Hi guys, welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് സീരീസിലെ +1 സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കെമിസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലാഗ് ഒന്നും എടുപ്പിക്കാണ്ട് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ചാപ്റ്റർ അല്ലെ. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, രണ്ടാമത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ് സ്റ്റേറ്റ് മെന്റലീസ് പീരിയോഡിക് ലോ. മെന്റലീവിന്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്താ മെന്റലീവിന്റെ പീരിയോഡിക് ലോ പറയുന്നത്? എലമെന്റ്സിന് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലെ. നമ്മള് എലമെന്റ്സിന് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് മെന്റലി പീരിയോഡിക് ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, the physical and chemical properties of the elements are the periodic function of their atomic mass. Okay, physical and chemical properties of the elements are the periodic function of their atomic mass. ഒന്നുമില്ല, ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ എലമെന്റ്സിന് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് റൈറ്റ് എനി ട്രയാഡ്സ്. ട്രയാഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ട്രയാഡ്സ് നമ്മൾ കുറെ പഠിച്ചിട്ട് 3 സെറ്റ് ട്രയാഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു സെറ്റേ നമ്മൾ എടുത്ത് ചോദിക്കുന്നുള്ളൂ. ഒരെണ്ണം എഴുതി വെക്കുക, ലീഥിയം സോഡിയം പൊട്ടാസ്യം അല്ലെ. വേറെ അറിയാലോ നമുക്ക്, കാൽസ്യം സ്ട്രോൺഷ്യം ബാരിയം ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. 3 സെറ്റ് നല്ലോണം പഠിച്ചു വെക്കാം. ഓക്കെ, ഏതൊക്കെ ട്രയാഡ്സ് ആണ് ഉള്ളത് നമുക്ക്? ലീഥിയം സോഡിയം പൊട്ടാസ്യം, കാൽസ്യം സ്ട്രോൺഷ്യം ബാരിയം, ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ട്രയാഡ്സിന്റെ പ്രത്യേകത എന്താ? ഇയാളുടെയും അറ്റോമിക് മാസ് എടുത്തിട്ട് സം കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നടുക്കത്തെ ആളുടെ അറ്റോമിക് മാസ് കിട്ടും. അതല്ലേ പ്രത്യേകത അല്ലെ. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ട്രയാഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഡോബറൈനർ എന്ത് കണ്ടുപിടിച്ചു? ഡോബറൈനർ ട്രയാഡ്സ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂലാൻഡ്സ് എന്ത് കണ്ടുപിടിച്ചു? അവിടെ ഒരു ഡാഷ് ആണ്. ന്യൂലാൻഡ്സ് എന്താ കണ്ടുപിടിച്ചേ? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് കണ്ടുപിടിച്ചു അല്ലെ. അവിടെ ഒരു മാർക്ക് കിട്ടി. ഓക്കെ, ഡോബറൈനർ കണ്ടുപിടിച്ചത് ട്രയാഡ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു. ട്രയാഡ്സ് എന്ന് പറയുന്നത് ലീഥിയം സോഡിയം പൊട്ടാസ്യം, കാൽസ്യം സ്ട്രോൺഷ്യം ബാരിയം, ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ഓക്കെ, അപ്പൊ ട്രയാഡ്സ് കണ്ടുപിടിച്ചത് നമ്മുടെ ഡോബറൈനർ ആണ്. ന്യൂലാൻഡ്സ് എന്താ കണ്ടുപിടിച്ചത്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വരണം? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് വിത്ത് ആറ്റോമിക് നമ്പർ 104. 104 ആറ്റോമിക് നമ്പർ ഉള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഏതാണ്? ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. നെയിമിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, ബിക്കോസ് അത്രയ്ക്ക് സിമ്പിൾ ആണ് നെയിമിങ്. 104 എന്ന് പറയുമ്പോ 1 ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് അൺ, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. 0 ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് നിൽ. അപ്പൊ അൺ പ്ലസ് നിൽ പ്ലസ് 4 ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്. പ്ലസ് എന്ത് ചേർക്കണം? IUM ചേർക്കണം അല്ലേ. അല്ലേടാ? അപ്പൊ എന്ത് വരും? അൺഡിൽ ക്വാഡിയം. സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, ഗ്യാപ്പിലാണ്ട് എഴുതി പോവാ. ends with IUM. അണ്ണിൽ ക്വാഡിയം. അണ്ണിൽ ഇത് യു ആണ് കേട്ടോ മക്കളെ. അണ്ണിൽ ക്വാഡിയം. ഓക്കെ, അണ്ണിൽ ക്വാഡിയം. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ. ഇനിയിപ്പോ 102 ആണെന്ന് വിചാരിക്കുക. ഒന്നുകൂടെ ചെയ്ത് കാണിച്ചുതരാം. 1 ആണെന്നുണ്ടെങ്കിൽ അൺ, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. 0 ആണെന്നുണ്ടെങ്കിൽ നിൽ, 2 ആണെന്നുണ്ടെങ്കിൽ ബൈ, പ്ലസ് IUM. അണ്ണിൽ ബയ്യം. തെറ്റാണോ? സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ് അല്ലെ. അടുത്തത് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് ആപ്ലിക്കബിൾ up to which element? നമുക്കറിയാം ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് എന്താ പറയുന്നത്? ഒന്നാമത്തെ എലമെന്റും
എട്ടാമത്തെ എലമെന്റും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും അല്ലെ. ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും സിമിലാരിറ്റി കാണിക്കും എന്നാ പറഞ്ഞത് ആര്? ന്യൂലാൻഡ്. പക്ഷെ അത് എവിടെയും വരെ മാത്രമേ ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. നമ്മൾ പഠിച്ചു ന്യൂലാൻഡ്സിന്റെ ഡ്രോബാക്കിൽ നമ്മൾ അതാണ് പഠിച്ചത് അല്ലെ. ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ദി എലമെന്റ്സ് അപ് ടു കാൽസ്യം. കാൽസ്യം വരെയുള്ള എലമെന്റ്സിന് മാത്രമേ അത് അപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. കാരണം എന്താ? ഹയർ മാസ് ഉള്ള എലമെന്റ്സിന് അത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഹയർ മാസ് ഉള്ള എലമെന്റ്സ് അതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് എലമെന്റും എയ്ത്ത് എലമെന്റും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഡ്രോബാക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ന്യൂലാൻഡ് ലോ ഓഫ് ഒപ്റ്റൈൻസ് അപ്ലിക്കബിൾ ഓൺലി അപ് ടു കാൽസ്യം എന്ന് പറയണം. തെറ്റാണോ? ഓക്കെ, ഇതൊക്കെ സിമ്പിൾ അല്ലേ. അടുത്തത് വാട്ട് ഈസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? എന്താ നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ കുറെ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെ. ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. ഓക്കെ, ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അതിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, Mg ആറ്റോമിക് നമ്പർ 12 ആണ്. Mg2+ എന്ന് പറഞ്ഞാൽ 2+ എപ്പോഴാ കിട്ടാ? നല്ല ആൾക്കാരാണ് എപ്പോഴും ദാനം ചെയ്യാം അല്ലെ. അപ്പൊ Mg 12 ഇലക്ട്രോണിൽ നിന്ന് 2 ഇലക്ട്രോണിനെ കളഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് Mg2+ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ Mg2+ എന്ന് പറഞ്ഞാൽ 12 ആണ് Mgയുടെ ആറ്റോമിക് നമ്പർ. 12ൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ടുണ്ടാകും. 10 ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അടുത്തത് Na+1. എന്നയുടെ ആറ്റോമിക് നമ്പർ 11 ആണ്. +1 എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ പോയി, അപ്പൊ ബാക്കി 10 ഇലക്ട്രോൺ. F-1 എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആക്രാന്തം പിടിച്ച ആൾക്കാർ കുറേ വാങ്ങിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ 1 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. അപ്പൊ 9 + 1 = 10 ഇലക്ട്രോൺ. O2- എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. 8 ആണ് ആറ്റോമിക് നമ്പർ. 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചപ്പോ 10 ആയി. ഇവിടെ നോക്കിയേ, എല്ലാവരിലും 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ. 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എല്ലാവരിലും ഉള്ളത്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അതിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയും. എന്ത് പറയും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയും. സെറ്റ് അല്ലേ? അടുത്തത് which of the following is isoelectronic species with O2-. ഒന്നുമില്ല, ആറ്റോമിക് നമ്പർ നോക്കാം, ഇവിടുത്തെ ചാർജ് എന്താണെന്ന് നോക്കാം, അത്രേ ഉള്ളൂ. എന്നയുടെ ചാർജ് N അയോൺ ആയിട്ടൊന്നല്ല നിൽക്കണത്, വെറുതെ ആണ് നിൽക്കുന്നത്. അപ്പൊ എന്നയുടെ ആറ്റോമിക് നമ്പർ 11. O2- പറയുമ്പോ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. 2- പറയുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി. 2- പറയുമ്പോൾ 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ O2- എന്ന് പറയുമ്പോ 10 ഇലക്ട്രോൺ. അപ്പൊ ഈ 10 ഇലക്ട്രോൺ ഈ ഓപ്ഷനിൽ ആർക്കൊക്കെയാണോ വരുന്നത് അയാളെല്ലാരും O2- ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് കാണിക്കുന്ന ആളാണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോ എന്നയില് 11 ഇലക്ട്രോൺ, 11 തന്നെ എഴുതി. കാൽസ്യം 2+, കാൽസ്യത്തിന് ആറ്റോമിക് നമ്പർ 20 ആണ്. 2+ എന്ന് പറയുമ്പോ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലെ. 2+ പറയുമ്പോ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ -2, therefore 18 ഇലക്ട്രോൺ. F- പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 9 ആണ്. മൈനസ് പറയുമ്പോ 1 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ 9 + 1 = 10 ഇലക്ട്രോൺ. Mg നേരത്തെ ഞാൻ പറഞ്ഞതാണ് ആറ്റോമിക് നമ്പർ 12 ആണ്. Mgക്ക് ചാർജ് ഒന്നുമില്ല, അതുകൊണ്ട് 12 തന്നെ. ഇവിടെ നോക്കിയേ, O2- ഇലക്ട്രോണിന്റെ എണ്ണം 10. ഈ 10 ഇലക്ട്രോൺ വരുന്നത് ഇവിടെ ആരാ ഉള്ളത്? F- അല്ലേ. അപ്പൊ O2- ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് കാണിക്കുന്നത് ആരാണ്? F- ആണ്. എളുപ്പല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ഉള്ള ആൾക്കാരെ പെയർ ചെയ്തേക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തത് Cu-നാണോ Cu2+-നാണോ Cu+-നാണോ സൈസ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൊരു കാര്യം അറിയാം, Cu എന്ന് പറഞ്ഞാൽ പാരന്റ് ആറ്റം. പാരന്റ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ഇലക്ട്രോണിനെ കൊടുത്തിട്ടില്ല, അവിടെ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ Cu ഒരു ന്യൂട്രൽ ആറ്റം ആയിട്ട് ഇരിക്കുകയാണ്. അതിന് ആറ്റോമിക് നമ്പറിൽ ഒരു ചേഞ്ചും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല അല്ലെ. അപ്പൊ Cu അതിന്റെ നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്.
അപ്പൊ Cu ആണ് നമ്മുടെ പാരന്റ് ആറ്റം. ഓക്കെ, Cu2+ എന്ന് പറഞ്ഞാൽ ഈ Cuയിൽ നിന്ന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, അതിന് കുറച്ച് പൈസ കൊടുത്താൽ നമ്മുടെ പൈസ കുറയല്ലേ ചെയ്യാ. അതേപോലെ തന്നെയാണ് ഇവിടെ Cuവിൽ കുറെ ഇലക്ട്രോൺ ഉണ്ട്, അപ്പൊ സൈസ് കൂടുതലായിട്ട് നിൽക്കാണ്. അതിന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ Cuവിന്റെ സൈസ് കുറഞ്ഞു. അപ്പൊ പാരന്റ് ആറ്റത്തിനേക്കാളും കുഞ്ഞായിരിക്കും Cuവിന്റെ സൈസ്. Cu+ എന്ന് പറയുമ്പോ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുള്ളൂ, അപ്പൊ അതിന്റെ എത്രയും സൈസേ കുറയുള്ളൂ അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, Cuവിനായിരിക്കോ Cu2+നായിരിക്കോ Cu+നായിരിക്കോ ഏറ്റവും സൈസ് കൂടുതൽ? അഫ്കോഴ്സ് Cuവിനായിരിക്കും സൈസ് കൂടുതൽ. അപ്പൊ ഏറ്റവും കൂടുതൽ സൈസ് കൂടുതലുള്ള ആൾക്ക് ഞാൻ 1 ഇട്ട് കൊടുത്തു. രണ്ടാമതായിരിക്കും സൈസ് കൂടുതൽ. Cuവിനേക്കാളും 1 ഇലക്ട്രോൺ കുറവ് മാത്രമേ Cu+നുള്ളൂ, അപ്പൊ രണ്ടാമത് സൈസ് കൂടുതൽ ഇയാൾക്ക്. ഏറ്റവും കുറവ് സൈസ് ആണ് Cu2+ന്. കാരണം എന്താ, 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. അപ്പൊ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയും സൈസ് കുറയ്ക്കും അല്ലേ. സെറ്റ്. അപ്പൊ ഏറ്റവും വലിയ ആള് Cuവിനാണ് സൈസ് കൂടുതൽ, പിന്നെ Cu+നാണ്, പിന്നെ Cu2+നാണ്. അടുത്തത്, how atomic radius varies in groups and periods. എങ്ങനെയാണ് ആറ്റോമിക് റേഡിയസ് പീരീഡിലും ഗ്രൂപ്പിലും വ്യത്യാസപ്പെടുന്നത്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, എല്ലാത്തിന്റെയും അലോങ് പീരീഡ് അലോങ് ഗ്രൂപ്പ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എളുപ്പം ചാപ്റ്റർ ആണ്, അപ്പൊ എളുപ്പമായിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ ഇവിടെ നിന്ന്. അപ്പൊ നിങ്ങൾ നല്ലോണം എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ് ആറ്റോമിക് റേഡിയസിന് വ്യത്യാസം വരാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറ്റോമിക് റേഡിയസ് മാത്രമാണ് അലോങ് എ പീരീഡിൽ ഡിക്രീസ് ആവുന്ന ആള്. അതൊന്ന് പഠിച്ചു വെക്കുക. അലോങ് എ പീരീഡില് ആറ്റോമിക് റേഡിയസ് മാത്രമേ ഡിക്രീസ് ആവത്തുള്ളൂ. അലോങ് എ പീരീഡില് ആറ്റോമിക് റേഡിയസ് മാത്രമേ ഡിക്രീസ് ആവത്തുള്ളൂ. അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആറ്റോമിക് റേഡിയസിന് എന്താ സംഭവിക്കുക? അലോങ് എ പീരീഡില് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നവരും ഡിക്രീസ് ചെയ്യും. അലോങ് എ പീരീഡിൽ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലോങ് എ ഗ്രൂപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക? അഫ്കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യും അല്ല. അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. പഠിച്ചു വെക്കുക. അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് അല്ലെ. ഹോറിസോണ്ടൽ റോസ് ആണ് പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ലെഫ്റ്റ് ടു റൈറ്റ്. അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ആറ്റോമിക് റേഡിയസ് മാത്രമാണ് അലോങ് എ പീരീഡിൽ ഡിക്രീസ് ആവുന്നത്. ഓക്കെ, അലോങ് എ ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് അടിയിലോട്ട് വരുന്നതോളം ആറ്റോമിക് റേഡിയസ് മാത്രമാണ് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്നേ ചോദിച്ചിട്ടുള്ളൂ, അത് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അടുത്തത്, എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം വൈൽ ആനിയോൺ ഈസ് ബിഗർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ ഞാൻ Cl എടുത്തു. Cl ൽ നിന്നാണ് Cl- ഉണ്ടാവുന്നത്. നെഗറ്റീവ് അയോൺ ആണെന്നുണ്ടെങ്കിൽ അത് ആനിയോൺ ആയിരിക്കും. പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി Na എടുത്തു. Na യിൽ നിന്നാണ് Na+ ഉണ്ടാവുന്നത്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് കാറ്റയോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് ആരാ? Cl-. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് ഉണ്ടായേ, അപ്പൊ എന്റെ പാരന്റ് അമ്മ അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, Cl- ആരെന്നാ ഉണ്ടായേ? Cl നിന്നാണ് ഉണ്ടായേ. അപ്പൊ ആരാ പാരന്റ് ആറ്റം? Cl ആണ്. Na+ ആരെന്നാ ഉണ്ടായേ? Na ഉണ്ടായേ. അപ്പൊ ആരാ പാരന്റ് ആറ്റം? Na ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആനിയോൺ എന്ന് പറയുന്നത് പാരന്റ് ആറ്റത്തിനേക്കാളും വലുതാണ്, പക്ഷേ കാറ്റയോൺ എന്ന് പറയുന്നത് പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതാണ്. ആനിയോൺ എന്ന് പറയുന്നത് പാരന്റ് ആറ്റത്തിനേക്കാളും വലുതാണ്, കാറ്റയോൺ എന്ന് പറയുന്നത് പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ ആരാണ് ബിഗർ ആരാണ് സ്മോളർ ഡൗട്ട് ഉണ്ടെങ്കിൽ, ആനിയോൺ എന്ന് പറഞ്ഞാൽ ആന എന്ന് പറയുമ്പോൾ വലുതാണ്. കാറ്റയോൺ എന്ന് പറയുമ്പോൾ പൂച്ച എന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പൊ ആലോചിച്ച് വെക്കുക, ആനിയോൺ ഈസ് ബിഗർ ആന, കാറ്റയോൺ ഈസ് സ്മോളർ കുഞ്ഞി. ഓക്കെ, അപ്പൊ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ കാറ്റയോണിന്റെ കാര്യമാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു റീസൺ എഴുതി വെച്ചാൽ മതി. കാറ്റയോണിന് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ, ഒരേ ഒരു വേർഡ് പഠിച്ചാൽ മതി. ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉള്ളത് കൊണ്ടാണ് കാറ്റയോൺ ചെറുതായിരിക്കുന്നത്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്.
സിഎല്ലിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ സിഎൽ മൈനസ് ആവാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വാങ്ങിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരാം, കൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് വരാം. അപ്പൊ സിഎൽ മൈനസ് ആവാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ? സിഎൽ സ്വന്തം നല്ല കുടുംബമായിട്ട് നല്ല സുഖത്തിന് കഴിയുമ്പോ ഒരു ഇലക്ട്രോൺ അവിടേക്ക് വരാന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺസ് സമ്മതിക്കോ? ഇല്ല. ഇലക്ട്രോൺസ് സമ്മതിച്ചില്ലെങ്കിൽ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാവും. റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തും. അപ്പൊ ഇവിടെ എന്ത് കൂടുതലാണെടാ? ആനയോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ട് അല്ലെ? ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ട്. ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ട്. ഇവിടെ ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ലെസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ലെസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇത്രേ ഉള്ളൂ. ആനോണിന്റെ കാര്യം ചോദിച്ചാൽ അപ്പൊ ആലോചിക്കാം കുടുംബത്ര ഇഷ്ടം. അപ്പൊ ഹൈ എഫക്റ്റീവ് ഇലക്ട്രോണിക് റിപ്പൽഷൻ, ലെസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. കാറ്റോണിന്റെ കാര്യം ചോദിച്ചാൽ അപ്പൊ തന്നെ എഴുതി വെക്കാം ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ. അടുത്തത് ഡിഫൈൻ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആറ്റം. ഈ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ആ ഇലക്ട്രോൺ അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അധികം തൃപ്തിപ്പെടാനില്ല. എനിക്ക് ആ ഇലക്ട്രോൺ എടുത്ത് അവിടെ നിന്ന് കളയണം. ഓക്കെ, വെറുതെ കളയോ? ഇലക്ട്രോണെ പോകുന്ന പറഞ്ഞാൽ അവിടെ മാറാൻ പറ്റുമോ ഇലക്ട്രോണിന്? ഇല്ല, ഞാൻ അവിടെ ഒരു എനർജി കൊടുക്കണം അല്ലെ? അപ്പൊ ഈ ആറ്റം ഇരിക്കുന്നത് ഐസൊലേറ്റഡ് ആണ്. ഐസൊലേറ്റഡ് ആണ്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒറ്റയ്ക്കാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്കും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുമുള്ള ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇലക്ട്രോണിനെ അവിടുന്ന് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട എനർജിയാണ് നമ്മൾ എന്ത് പറയുക? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, the energy required to remove an electron from the outermost shell of an isolated gaseous electron. ഒന്നുകൂടെ പറയാം. The energy required to remove an electron from the outermost shell of an isolated gaseous atom. Okay. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അയോണൈസേഷൻ എൻതാൽപ്പിനെ സ്വാധീനിക്കുന്നത്? 3 ഫാക്ടേഴ്സ് പഠിച്ചു വെച്ചോ. ആറ്റോമിക് റേഡിയസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ്. ഒറ്റയടിക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ആറ്റോമിക് റേഡിയസ് ഒരു ഫാക്ടർ, ന്യൂക്ലിയർ ചാർജ് രണ്ടാമത്തെ ഫാക്ടർ, ഷീൽഡിംഗ് എഫക്റ്റ് മൂന്നാമത്തെ ഫാക്ടർ. അപ്പൊ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അലോങ് എ ഗ്രൂപ്പിലും അലോങ് എ പീരീഡിലും എന്ത് പറ്റുന്നു എന്നല്ല എഴുതേണ്ടത്. ഏതെല്ലാം ഘടകങ്ങളാണ് അയോണൈസേഷൻ എൻതാൽപ്പിനെ സ്വാധീനിക്കുന്നത് അതാണ് എഴുതേണ്ടത്. ഏതൊക്കെയാ? ആറ്റോമിക് റേഡിയസ് ഭയങ്കര സ്വാധീനം പുലർത്തുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ്, അതേപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റ്. ഈ 3 പഠിച്ചു വെക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയോണൈസേഷൻ എൻതാൽപ്പി ചോദിച്ചാൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ. അടുത്തത് സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ആരും ഇത് പ്രപ്പോസ് ചെയ്തേ? നമുക്കറിയാം, നമ്മുടെ ഹെൻറി കുട്ടപ്പൻ അല്ലെ, ഹെൻറി മോസ്ലി ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത്. മെന്റലി പീരിയോഡിക് ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ മെന്റലി പീരിയോഡിക് ലോയുടെ ഇവിടെ മാസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താ? ആറ്റോമിക് നമ്പർ ആണ് അല്ലെ? എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, എന്താ പറഞ്ഞേ? എലമെന്റ്സിനെ ഞാൻ ജസ്റ്റ് എഴുതി വെക്കാട്ടാ. എലമെന്റ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം? ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമില് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
സെറ്റാണോ? ഇനി അടുത്തത് ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ ആർക്കാണ് സൈസ് കൂടുതൽ ഞാൻ പഠിപ്പിച്ചു തന്നു, CU-നാണോ CU2+-നാണോ CU+-നാണോ എന്നുള്ളത്. അതേപോലെ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, ഡിക്രീസിങ് ഓർഡറിൽ വെക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് സൈസ് കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് സൈസ് കുറവുള്ള ആൾക്കാരിലോട്ട് ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ദിസ് ഈസ് എൻ ഹോംവർക്ക് ഫിൽ. അടുത്തത്, ഐഡന്റിഫൈ the group and period of an element having atomic number set 25 in the periodic table. കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. സെറ്റിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. അറ്റോമിക് നമ്പർ 25 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s 25 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പറും ക്രോമിയവും ചോദിക്കാറുണ്ടെങ്കിൽ അതിനാവശ്യമില്ല. ഓക്കെ, 4s2, 3d5 ഇങ്ങനല്ലേ വരാ. 2, 4, 10, 12, 14, 20, 25 സെറ്റ്. ആദ്യം ഇതിന്റെ ഗ്രൂപ്പ് ചെയ്താ, ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും അല്ലെ. ബ്ലോക്ക് നമുക്കറിയാം, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാണോ വന്നിരിക്കുന്നത് അതായിരിക്കും ഇതിന്റെ ബ്ലോക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാ വന്നിട്ടുള്ളത്, ഡിയിൽ. അപ്പൊ ഡി ബ്ലോക്ക് ആണ്. പീരീഡ് നമ്പർ ഭയങ്കര എളുപ്പമാണ് എഴുതാൻ. ഇവിടെ നോക്കിയാൽ ഈ എസിന്റെ മുമ്പിൽ 1 ഉണ്ട്, ഈ എസിന്റെ മുമ്പിൽ 2 ഉണ്ട്. അങ്ങനെ ഈ ബ്ലോക്കുകളുടെ മുമ്പിൽ കിടക്കുന്ന ആളില് ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ വലുത്? 4 അല്ലേ വലുത് അല്ലേ? അപ്പൊ പീരീഡ് നമ്പർ 4 ആണ്. ഗ്രൂപ്പ് ചെയ്താൽ അതിനും എളുപ്പമാണ്. ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡി ബ്ലോക്കിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നതെങ്കിൽ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഡി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. 5 എണ്ണം. ആ 5ന്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി, ഒരു 2 ഇലക്ട്രോൺ കൂട്ടിയാൽ മതി. അപ്പൊ ടോട്ടൽ 7 സോറി 2 കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് വരും, 7 വരും. ഓക്കെ, എന്ത് വരും, 7 വരും. അപ്പൊ ഗ്രൂപ്പ് 7th ഗ്രൂപ്പ്, പീരീഡ് 4, ബ്ലോക്ക് ഡി. ഒന്നുകൂടെ പറയാം, ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഡിയിലോട്ട് എത്ര ഇലക്ട്രോൺ വന്നിട്ടുണ്ടോ അതിന്റെ ഒപ്പം 2 കൂട്ടാം. ഡിയിലോട്ട് എത്ര ഇലക്ട്രോൺ വന്നിട്ടുണ്ടോ അതിന്റെ ഒപ്പം 2 കൂട്ടാം. പീരീഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും മുമ്പിൽ കിടക്കുന്ന ആളിന്റെ ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കാം. 1ഉം 2ഉം 3ഉം 4 ഉണ്ട്. ഏതാണ് ഏറ്റവും വലുത്? 4 ആണ്. ഇനി ഇവിടെ 4 വന്നിട്ടില്ല, 3 വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഏതാ വലുത്? 1ഉം 2ലും 3ലും 3 ആണ്. അപ്പൊ അതായിരിക്കും ഇതിന്റെ പീരീഡ് നമ്പർ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എതിലോട്ടാണോ വരുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. സെറ്റ് അല്ലേ? ഒരു 3 സ്ലൈഡ് ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് ഇരുവേ. അടുത്തത്, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. ഇപ്പൊ ഇവിടെ നോക്കാം, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം അവിടെ ഇരിക്കുകയാണ്. ഒരു ഇലക്ട്രോൺ, എക്സ് എന്ന് പറയുന്ന ആറ്റം ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇയാള് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചപ്പോ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചേഞ്ച്. ഓക്കെ, അവിടെ ഒരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാ. Okay, the heat change or enthalpy change when the electron is added to an isolated gaseous atom. ഒന്നുകൂടെ പറയാം, the heat change or enthalpy change എപ്പോ? when the electron is added to an isolated gaseous atom. Okay, അടുത്തത് very important question ആണ്. ക്ലോറിന് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട് ഫ്ലൂറിനേക്കാളും. എന്തുകൊണ്ട്? Okay, chlorine has high electron gain enthalpy than fluorine. ഞാൻ ഭയങ്കര എളുപ്പത്തിൽ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് പഠിപ്പിച്ചു തരാം കേട്ടോ. ക്ലോറിനിലോട്ട് ഇലക്ട്രോൺ വരികയാണ്. ഇലക്ട്രോൺ ഇങ്ങനെ വന്നു. ഇലക്ട്രോൺ വന്നപ്പോ ആദ്യം കാണുന്നത് അവിടത്തെ 3p ഓർബിറ്റലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഫ്ലൂറിനിലോട്ട് ഇലക്ട്രോൺ വന്നു. പമി വന്ന് ഡോറ് തുറന്നപ്പോ ആദ്യം കാണുന്നത് 2p ഓർബിറ്റൽ. നിങ്ങൾ നോക്കാം, 3pക്കാണോ 2pക്കാണോ സൈസ് കൂടുതൽ? അഫ്കോഴ്സ് 3pക്കാണ് സൈസ് കൂടുതൽ അല്ലേ? അപ്പൊ ഇവിടെയാണ് സൈസ് കൂടുതൽ.
സൈസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കട്ടിലുണ്ട്. വലിയ കട്ടിൽ എന്ന് പറയുമ്പോ അധികം റിപ്പൽഷൻ ഒന്നും ഇല്ലാണ്ട് ആരെയും തള്ളും ഉന്തൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഇവിടെ എന്ത് കുറവായിരിക്കും? ലെസ് ഇലക്ട്രോണിക് റിപ്പൽഷൻ ആയിരിക്കും. ലെസ് ഇലക്ട്രോണിക് റിപ്പൽഷൻ ആയിരിക്കും. അതേസമയം 2p ആണെന്നുണ്ടെങ്കിൽ ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കുറവാണ്. അപ്പൊ കുറച്ച് തള്ളും എന്തൊക്കെ സഹിക്കാം. അപ്പൊ ഇവിടെ ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ അല്ലേ? അപ്പൊ ഇവിടെ സൈസ് കുറവാണ്. അപ്പൊ ഇവിടെ ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ഇത്രയേ ഉള്ളൂ. അതിനോട് എഴുതി വെച്ചിട്ടുള്ള ഇലക്ട്രോൺ ആഡഡ് ടു ദ ഫ്ലൂറിൻ ഇറ്റ് enters into the smaller shell അല്ലെ? സ്മോളർ ഷെല്ലോട്ടാണ് വന്നു ചേരുന്നത്. ഡ്യൂ ടു ദ സ്മോളർ സൈസ് ദ ഇലക്ട്രോൺ experience the electron suffers electron suffers repulsion from other electron. But for chlorine, പക്ഷെ ക്ലോറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ the incoming electron goes to the larger third shell അല്ലെ? larger third shellിലോട്ടാണ് incoming electron പോകുന്നത്. Okay, so the electronic repulsion is low. അതുകൊണ്ട് electronic repulsion low ആയിരിക്കും. അതുകൊണ്ട് ക്ലോറിന് high electron gain enthalpyയും ഫ്ലൂറിന് less electron gain enthalpy ആണ് ഉള്ളത്. സെറ്റാണോ? സെറ്റാണോടാ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല, ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ക്ലോറിനിലോട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നപ്പോ ആദ്യം കണ്ടത് 3p എന്ന് പറയുമ്പോൾ വലിയ കെട്ടിൽ കുറെ സ്ഥലമുണ്ട്. അതുകൊണ്ട് ലെസ് ഇലക്ട്രോണിക് റിപ്പൽഷൻ. ഫ്ലൂറിലോട്ട് വന്നപ്പോ ആദ്യം കണ്ടത് കുഞ്ഞിക്കട്ടിൽ എന്ന് പറയുമ്പോൾ സൈസ് കുറവാണ്. അപ്പോൾ ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് എളുപ്പത്തിൽ പഠിക്കട്ടാ. ഞാനിപ്പോ HCl എടുത്തു. ഓക്കെ, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു, ക്ലോറിനും ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്തപ്പോൾ ഇവർ തമ്മിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺസിനെ രണ്ടുപേരെ നടുക്ക് വെച്ചോളാം എന്നായിരുന്നു അവരുടെ കണ്ടീഷൻ. ഓക്കെ, പക്ഷെ ക്ലോറിൻ ഭയങ്കര ചതിയനാണ്. ക്ലോറിൻ എന്ത് ചെയ്തു? കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ രണ്ട് ഇലക്ട്രോണിനെ എടുത്തോണ്ടും പോയി. ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ടാകുന്ന ബോണ്ടിന് എന്താ പറയാ? കോവാലന്റ് ബോണ്ട് അല്ലെ? കോവാലന്റ് ബോണ്ട്. രണ്ട് ഇലക്ട്രോണിനെ എടുത്തോണ്ടും പോയി. അപ്പൊ ക്ലോറിൻ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ രണ്ട് ഇലക്ട്രോണിനെ എടുത്തോണ്ട് പോകാനായിട്ട് പറ്റിയത്. അപ്പൊ അങ്ങനെ ചില ആറ്റംസിന് ഒരു കഴിവുണ്ട്, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് എ ബോണ്ടിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ളത്. ഒരു ബോണ്ടിൽ ഉണ്ടാകുന്ന ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തുണ്ടാകുന്ന പെയർ. ഓക്കെ, അങ്ങനെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ശക്തി ആർക്കുണ്ട്? ക്ലോറിനുണ്ട്. ഓക്കെ, അതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ ഉണ്ട്. അതിന്റെ പേരാണ് പോളിംഗ് സ്കെയിൽ. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ ഒരു ഡൗട്ട് ഇല്ലാണ്ട് പറയണം, ഫ്ലൂറിനാണ്. ഓക്കെ, ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, the ability of some atom to attract shared pair of electrons of a bond. The ability of atom to attract shared pair of electrons of a bond. പോളിംഗ് സ്കെയിൽ വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുക. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിനാണ്. ഇത്രയേ ഉള്ളൂ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വേണമെങ്കിൽ ഉറപ്പിക്കാം നമുക്ക്. ഓക്കെ, എളുപ്പല്ലേ? വെരി സിമ്പിൾ. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അറിയാം, ട്രാൻസിഷൻ എലമെന്റ് ഒക്കെ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കണം. ആരെ പഠിച്ചില്ലെങ്കിലും ഡി ബ്ലോക്കിനെ പഠിച്ചു വെച്ചിട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. ആരെ പഠിച്ചില്ലെങ്കിൽ ആരെ പഠിക്കണോടാ? ഡി ബ്ലോക്കിന് എന്തായാലും പഠിക്കാം. ഓക്കെ, n-1d 1 to 10 ns raised to 1 to 2. n-1d 1 to 10 ns raised to 1 to 2. n-1d 1 to 10 ns raised to 1 to 2. പഠിച്ചു വെച്ചു. n-1d 1 to 10 ns raised to 1 to 2. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, സെറ്റ് ആണോ? ഇനി അടുത്തത് ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാനാ പറഞ്ഞിട്ടുള്ളേ. കുറെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം അല്ലെ? ഇഷ്ടംമാതിരി പ്രോപ്പർട്ടീസ് എഴുതി തന്നിട്ടുണ്ട്. അതായത് 2 എണ്ണം എഴുതാം. ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്താൽ വേണമെങ്കിൽ ഇറ്റ് ഷോസ് variable oxidation state.
It shows variable oxidation state. പിന്നെ അത് നല്ല നല്ല ഭംഗിയുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും, നല്ല നല്ല ഭംഗിയുള്ള കളറിലുള്ളത്. അപ്പൊ it forms colored compounds. Forms colored compounds. So simple. എത്ര എളുപ്പമായിരുന്നു ഈ ചാപ്റ്റർ അല്ലേടാ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. വെരി സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഭയങ്കര കുഞ്ഞി ചാപ്റ്റർ ആണ്. ഞാൻ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. ഓക്കെ, പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസിൽ ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അതുപോലെ അയോണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോണിക് എന്താൽപ്പി, ഇവരെല്ലാത്തിനും അലോങ് പീരീഡിലും ഗ്രൂപ്പിൽ എന്താണ് പറ്റുന്നത് നല്ലോണം പഠിച്ചു വെക്കുക. ഓക്കെ, അത് എവിടെ നിന്ന് ചോദിച്ചാൽ എങ്ങനെ വെച്ചാൽ എഴുതാൻ പറ്റുന്നതായിരിക്കണം. സെറ്റല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഇനി ഓക്സിഡേഷൻ, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നല്ലോണം പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇനിയിപ്പോ പബ്ലിക് എക്സാം ആവും, ഇപ്പൊ കണ്ണടച്ച് തുടങ്ങണേക്കാൾ മുമ്പ് പബ്ലിക് എക്സാം ആവും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പബ്ലിക് എക്സാമിന്റെ ആ ടൈമിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉള്ളത്. കുറെ പിള്ളേർ കെമിസ്ട്രി എഴുതുന്നുണ്ടാവും. അപ്പൊ നല്ലോണം പഠിച്ചു പോവാം, ഒരുമിച്ച് പാരലായിട്ട് പഠിച്ചു പോകണം. ഒരെണ്ണം ഇന്നിപ്പോ +2 കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് +1 കെമിസ്ട്രി കൂടെ പഠിക്കണം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു അറ്റ് ക്ലാസ്.